ഇന്ത്യയിൽ ഐഫോൺ നിർമ്മിക്കുന്നതിനെതിരെ വീണ്ടും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ നിർമ്മിക്കുന്ന ഫോണുകൾ മാത്രം ഇവിടെ വിറ്റാൽ മതിയെന്നും അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിക്കുന്നതെങ്കിൽ 25% തീരുവ ആപ്പിൾ നൽകണമെന്നുമാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇക്കാര്യം ആപ്പിൾ സിഇഒ ടിം കുക്കിനെ അറിയിച്ചതായും ട്രംപ് പറഞ്ഞു. ഞാൻ ആപ്പിൾ തലവൻ ടിം കുക്കിനോട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. യുഎസിൽ നിർമ്മിക്കുന്ന ഐഫോണുകൾ മാത്രം യുഎസിൽ വിറ്റാൽ മതിയെന്ന്. അല്ലാതെ ഇന്ത്യയിലോ മറ്റു രാജ്യങ്ങളിലോ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കാൻ അനുവദിക്കില്ല. ഇനി മറ്റു രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന ഐഫോണുകളാണ് ഇവിടെ വിൽക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ 25% തീരുവ ഈടാക്കുമെന്നും ട്രംപ് കുറിച്ചു. ചൈനയ്ക്ക് പുറത്ത് മാർക്കറ്റ് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലും ആപ്പിൾ നിർമ്മാണം ശക്തമാക്കുന്നതിനിടെയാണ് ട്രംപിന്റെ ഈ ഭീഷണി. നേരത്തെയും ഇന്ത്യയിൽ ആപ്പിൾ ഫോണുകൾ നിർമ്മിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ ആപ്പിൾ യുഎസിൽ സ്മാർട്ട് ഫോണുകൾ നിർമ്മിക്കുന്നില്ല. ചൈനയിലാണ് പ്രധാനമായും ഫോണുകൾ നിർമ്മിക്കുന്നത്. ഇന്ത്യയിലാകട്ടെ പ്രതിവർഷം 40 ദശലക്ഷം യൂണിറ്റുകൾ ചൈനയിൽ നിർമ്മിക്കുന്നുണ്ട്. ആപ്പിളിന്റെ വാർഷിക ഉൽപാദനത്തിന്റെ ഏകദേശം 15% വരും ഇത്. ഖത്തറിൽ വെച്ചായിരുന്നു ട്രംപ് ഇന്ത്യയിൽ ഐഫോൺ നിർമ്മിക്കുന്നതിനെതിരെ പ്രതികരിച്ചത്. ഇന്ത്യയെ നന്നാക്കണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഐഫോണുകൾ നിർമ്മിക്കുകയും വിൽക്കുകയും വേണം. മറിച്ച് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഫോണുകൾ ഇവിടെ വിൽക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. എന്നാൽ ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ആപ്പിൾ അധികൃതരുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യയിലെ ആപ്പിളിന്റെ നിക്ഷേപ പദ്ധതികൾ തുടരുമെന്നും ഇന്ത്യയെ പ്രധാന ഉൽപാദന കേന്ദ്രമാക്കാൻ കമ്പനി ലക്ഷ്യം വെക്കുന്നുണ്ടെന്നായിരുന്നു ആപ്പിളിന്റെ ഉറപ്പ്. ചിലവ് കുറഞ്ഞ ഉൽപാദനമാണ് ആപ്പിളിനെ ചൈനയിലേക്കും ഇന്ത്യയിലേക്കും ആകർഷിക്കുന്നത്. അമേരിക്കയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടങ്ങളിൽ കുറഞ്ഞ ശമ്പളത്തിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ലഭിക്കും. എന്നാൽ അമേരിക്കയിലെ നിർമ്മാണ ചിലവ് താരതമ്യേന വളരെ കൂടുതലാണ്. ജൂൺ പാദത്തിൽ യുഎസിൽ വിൽക്കുന്ന മിക്ക ഐഫോണുകളും ഇന്ത്യയിൽ നിർമ്മിക്കുന്നവ ആയിരിക്കുമെന്ന് കുക്ക് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പകരച്ചുങ്കത്തിൽ ആശങ്ക നിലനിൽക്കുന്നതിനാൽ മറ്റു രാജ്യങ്ങളിലേക്കുള്ള ഐഫോൺ ഉൽപാദനം ചൈനയിൽ തന്നെ തുടരുമെന്നും കുക്ക് പറഞ്ഞിരുന്നു. ട്രംപ് ഏർപ്പെടുത്തിയ ഇറക്കുമതി ചുങ്കം മറികടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നിർമ്മാണശാലകളിൽ ഐഫോൺ ഉൽപാദനം ആപ്പിൾ വർദ്ധിപ്പിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്ന് 600 ടൺ ഐഫോണുകൾ യുഎസിലേക്ക് കയറ്റി അയച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. താരിഫ് വർദ്ധിപ്പിച്ചതോടെ യുഎസിലേക്കുള്ള ഐഫോൺ ഇറക്കുമതി കമ്പനിക്ക് ഇരട്ടി ഭാരമാണ് സമ്മാനിക്കുന്നത്. ഇന്ത്യക്ക് 26% യുഎസ് നികുതി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഐഫോണിന്റെ 90% ഉൽപാദനവും നടക്കുന്ന ചൈനയ്ക്ക് 125% താരിഫാണ് യുഎസ് പ്രഖ്യാപിച്ചത്. അതേസമയം ആപ്പിളിന് നിലവിൽ ഇന്ത്യയിൽ 3 പ്ലാന്റുകളാണുള്ളത്. 2 തമിഴ്നാട്ടിലും 1 കർണാടകയിലുമാണ്. ഇവയിൽ ഒന്ന് ഫോക്സ്കോണും മറ്റൊന്ന് ടാറ്റ ഗ്രൂപ്പുമാണ് നടത്തുന്നത്. രാജ്യത്ത് 2 ആപ്പിൾ പ്ലാന്റുകൾ കൂടി നിർമ്മിക്കാനുള്ള ആലോചന നടക്കുന്നുമുണ്ട്. മാർച്ചിൽ അവസാനിച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആപ്പിൾ ഇന്ത്യയിൽ $22 ബില്യൺ ഐഫോണുകൾ അസംബിൾ ചെയ്തിരുന്നു. മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 60% കൂടുതലാണിത്.